ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് T-tube ഓർ ഡിലേഡ് ഓർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കൊളാഞ്ചോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ, T-tube പ്ലേസ്മെൻറ്റ്, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, എക്യുപ്മെൻറ്റ്സ്, പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ, പേഷ്യൻ്റ് പ്രിപ്പറേഷൻ, പ്രൊസീജിയർ ആൻഡ് ആഫ്റ്റർ കെയർ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ. T-tube cholangiography is also known as delayed or post-operative cholangiography. ഈ T-tube cholangiographyനെ നമുക്ക് ഡിലേഡ് കൊളാഞ്ചിയോഗ്രാഫി എന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കൊളാഞ്ചിയോഗ്രാഫി എന്നോ പറയാം. ഈ ഒരു എക്സാമിനേഷൻ പെർഫോം ചെയ്യുന്നത് കോളിസിസ്റ്റക്ടോമി എന്ന് പറയുന്ന, അതായത് കോൾ ബ്ലാഡറിൻ്റെ സർജിക്കൽ റിമൂവലിനെയാണ് നമ്മൾ കോളിസിസ്റ്റക്ടോമി എന്ന് പറയുന്നത്. അതിനുശേഷം ചെയ്യുന്ന എക്സാമിനേഷനാണ് ഈ ഒരു T-tube cholangiography എന്ന് പറയുന്നത്. If the surgeon suspect residual stone in the biliary tract and operative cholangiography was not executed, then the T-tube cholangiography will be performed. അപ്പോൾ ഈ ഒരു കോളിസിസ്റ്റക്ടോമിക്ക് ശേഷം സർജൻ ഒരു റെസിഡ്യുവൽ സ്റ്റോണിന് സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ബിലിയറി ട്രാക്റ്റിൽ അങ്ങനെ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു T-tube cholangiography പെർഫോം ചെയ്യും. For this procedure, the surgeon placed a T-tube catheter into the common bile duct and extended it outside from the patient body. ഈ ഒരു പ്രൊസീജിയറിൽ കോമൺ ബൈൽ ഡക്റ്റിൽ നമ്മൾ T-tube catheter സർജൻ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ T-tube catheterൻ്റെ പ്ലേസ്മെൻറ്റിന് ശേഷം അത് ക്ലാമ്പ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് 10th പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ എന്ന് ആ ഒരു സമയത്താണ്. അതിനുശേഷമാണ് ഈ ഒരു T-tube cholangiography പെർഫോം ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി T-tube പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ ഓഫ് ഫാറ്റിന് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിലും സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഗോൾ ബ്ലാഡറിലുമാണെന്ന് നമുക്കറിയാം. ഈ ബൈൽ കോമൺ ബൈൽ ഡക്റ്റിലൂടെയാണ് അത് ലിവറിൽ നിന്ന് ഗോൾ ബ്ലാഡറിലേക്ക്, പിന്നെ ഗോൾ ബ്ലാഡറിൽ നിന്ന് സ്മോൾ ബവലിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അൺയൂഷ്വലായിട്ട് നമ്മൾ ഈ ഒരു ഗോൾ ബ്ലാഡറിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റിലോ അവിടെ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ജോണ്ടിസിന് കാരണമാവും. അപ്പോൾ ഈ കോളിസിസ്റ്റക്ടോമിക്ക് ശേഷം നമ്മൾ ഈ ഒരു സർജൻ ഒരു റെസിഡ്യുവൽ സ്റ്റോൺ എന്തെങ്കിലും ഈ ബിലിയറി ട്രാക്റ്റിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോമൺ ബൈൽ ഡക്റ്റിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർജൻ ഒരു T-tube അതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യും. അതാണ് ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ T-tube cholangiography എന്ന് പറയുന്നത്. ഈ T-tube എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റർ T കണക്കെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു T-tube cholangiography എന്നതിനെ പറയുന്നത്. ഇതിൻ്റെ ടോപ്പ് പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ബൈൽ ഡക്റ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ എൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡഡ് ഔട്ട്സൈഡ് ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇത്രയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സസ്പെക്റ്റഡ് ബിലിയറി ഡക്റ്റ് സ്റ്റീനോസിസ്, സസ്പെക്റ്റഡ് ഒബ്സ്ട്രക്ഷൻ, സസ്പെക്റ്റഡ് സ്റ്റോൺ ഇൻ ഡക്ട്സ്, വാലുവേഷൻ ഓഫ് ബിലിയറി ട്രാക്റ്റ്, സസ്പെക്റ്റഡ് സ്ട്രിക്ചേഴ്സ്, സസ്പെക്ട് ഡൈലേഷൻ ആൻഡ് ലെഷൻസ് ഈസ് ഇൻ ബിലിയറി ട്രാക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിക്കേഷൻസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയിട്ട് ഹൈപ്പർ സെൻസിറ്റിവ് ടു അയഡിൻ, സസ്പെക്റ്റഡ് പ്രഗ്നൻസി, സിവിയർ ഇൻഫെക്ഷൻ ഓഫ് ബിലിയറി ട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പെർഫോം ചെയ്യില്ല. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറോസ്കോപ്പി യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, T-tube catheter യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ സോളിബിൾ അയഡിനേറ്റഡ് നോൺ അയണിക് ഓർ അയണിക് 10 ml to 20 ml 1:3 റേഷ്യോയിലാണ് നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ സലൈൻ, സിറിഞ്ച്, ഗ്ലൗസ്, സ്റ്റെറൈൽ ടവൽ, ഗോസ്, ലെഡ് ഏപ്രൺ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രൊസീജിയറിന് മുൻപ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതാണ് പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ. അതിൽ ഇൻക്ലൂഡഡ് ആവേണ്ടത് അബ്ഡോമിനൽ എക്സ്റേ റിപ്പോർട്ട്, ബ്ലഡ് യൂറിയ, പ്രീവിയസ് ബിലിയറി ട്രാക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പ്രീവിയസ് ഹിസ്റ്ററി ആൻഡ് മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഇനി പേഷ്യൻ്റെ പ്രിപ്പറേഷൻ. വുമൻസ് ആണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ പേഷ്യൻറ്റിനോട് മെറ്റാലിക് ഐറ്റംസ്, മെറ്റാലിക് ജ്വൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം. ഇനി പ്രൊസീജിയറിലേക്ക് പോവാം. ഈ പേഷ്യൻറ്റിനോട് നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേ നമ്മൾ ടെക്നോളജിസ്റ്റ് ഈ ഒരു ഹോൾ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പേഷ്യൻ്റ് ഓക്കെ ആണെങ്കിൽ കൺസെൻറ്റ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങണം. അതിനുശേഷം പേഷ്യൻറ്റിന് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. പേഷ്യൻറ്റിനെ അതിനുശേഷം നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ ഫ്ലൂറോസ്കോപ്പിക് ടേബിളിലാണ് കിടത്തുന്നത്. പേഷ്യൻറ്റിൻ്റെ കയ്യിലേക്ക് നമ്മളൊരു IV ഇഞ്ചെക്റ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് നെസസറി സെഡേറ്റീവ് മെഡിക്കേഷൻ ഷുഡ് ബി ഗിവൺ ത്രൂ ദ ലൈൻ ടു മേക്ക് ദ പേഷ്യൻറ്റ് റിലാക്സ്.
അതിനുശേഷം നമ്മൾ അബ്ഡോമൻ്റെ സ്കോട്ട് ഫിലിം എടുക്കുന്നു. സ്കോട്ട് ഫിലിം എടുത്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ RPO റൈറ്റ് പോസ്റ്റീരിയർ ഒബ്ലിക് പൊസിഷനിലേക്ക് കടത്തുന്നു. ഈ ഒബ്ലിക് പൊസിഷനിൽ കടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിബ്ര ബിലിയറി ട്രാക്റ്റിൽ നിന്ന് എവേ ആയിട്ട് നമുക്കത് നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RPO പൊസിഷനിലേക്ക് കടത്തുന്നത്. അതിനുശേഷം നമ്മൾ ഈ T-ട്യൂബിൻ്റെ ക്ലാമ്പ് റിമൂവ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ പറഞ്ഞല്ലോ 1:3 റേഷ്യോയിലാണ് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ഇതിലൂടെ നമ്മുടെ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് സ്ലോലി ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ കോൺട്രാസ്റ്റ് മീഡിയ ഇഞ്ചക്ഷന് ശേഷം ടെക്നോളജിസ്റ്റ് ഈ എയർ ബബിൾസ് ഒന്നും വരാതെ നമ്മൾ ഒരു കാര്യം എൻഷുർ ചെയ്യണം. കാരണം ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷാഡോസൊക്കെ വന്നിട്ട് നമ്മുടെ ഈ സ്റ്റോണിൻ്റെ ഷാഡോസൊക്കെ വന്ന് നമുക്കതൊരു മിസ്ഡയഗ്നോസിസിന് കാരണം. അതുകൊണ്ട് നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഡൈല്യൂട്ട് കോൺട്രാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ ബിലിയറി ഡക്ട് സ്പാസം ആൻഡ് ഗീവ്സ് എ ബെറ്റർ വിഷ്വലൈസേഷൻ ഓഫ് സ്മോൾ സ്റ്റോൺസ്. സ്മോൾ സ്റ്റോൺസിൻ്റെ വരെ ബെറ്റർ വിഷ്വലൈസേഷൻ നമുക്ക് ഈ കോൺട്രാസ്റ്റ് മീഡിയയ്ക്ക് തരാൻ വേണ്ടിയിട്ട് കഴിയും. റേഡിയോളജിസ്റ്റ് ഒബ്സർവ്സ് ദ പാറ്റൻസി ഓഫ് ദി ഡക്ട്, ലീക്കേജസ് ഫ്രം ദ ഡക്ട് ആൻഡ് അതർ അബ്നോർമാലിറ്റീസ് അണ്ടർ ദ ഫ്ലൂറോസ്കോപ്പി. ഇത് നമ്മുടെ ഈ അബ്നോർമാലിറ്റീസ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ ഫ്ലൂറോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. Whenever the duct fills with contrast media, the radiographs are taken in various positions like RPO, LAO and abdomen standing for evaluation of residual stone and abnormalities. If the residual stone or the abnormalities are not detected, then the surgeon may remove the T-tube from the patient body. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളതവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കുകയുള്ളൂ. ഇല്ല, നമ്മുടെ അബ്നോർമാലിറ്റീസ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ T-ട്യൂബിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന്. ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഇതാണ് T-ട്യൂബ് കൊളാഞ്ചോഗ്രഫി. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയറിന് ശേഷം കത്തീറ്റർ നമ്മൾ ക്ലാമ്പ് ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്ത് പേഷ്യൻ്റ് ഓക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ റൂമിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടി പറയാം. ഇത്രയേ ഉള്ളൂ T-ട്യൂബ് കൊളാഞ്ചോഗ്രഫി. T-ട്യൂബ് കൊളാഞ്ചോഗ്രഫീനെ ഡിലേഡ് ഓർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കൊളാഞ്ചോഗ്രഫി എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.